റൈറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ വേറെ പൂജമുദ്ര വല്ലതും നിങ്ങൾക്ക് കണ്ടുപിടിച്ചായിരുന്നോ? അത് ട്രേസ് ചെയ്യുക. ഇപ്പം അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുദ്രകൾ നിങ്ങൾ തേടി പിടിക്കണം. ഇവിടെ 108 മുദ്രയാണെങ്കിൽ നിങ്ങൾ 27 മുദ്രയെങ്കിലും മിനിമം കുറച്ച് കണ്ടുപിടിച്ച് ട്രേസ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്ത് ഒരു ഇത് പ്രിപ്പയർ ചെയ്താൽ മറ്റുള്ള ചെറുപ്പക്കാർക്കും പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. പുതിയ പൂജാരി വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ നീ പെയിൻ, കാല് മുട്ടുവേദന ഉള്ളവർക്ക് ഒരു കയ്യിൽ വായുമുദ്ര, ഒരു കയ്യിൽ ആകാശമുദ്ര. ഒരു കയ്യിൽ വായുമുദ്ര, ഒരു കയ്യിൽ ആകാശമുദ്ര. എന്തിന് ഇത് പിടിക്കുന്നുള്ള പ്രിൻസിപ്പിൾ എന്തോന്ന്? വായുവും ആകാശവും ചേർന്നതിനാണ് വാദക്കോളാറ്. വാദത്തിൻ്റെ പ്രോബ്ലം വായു ഇതല്ലേ. അപ്പോൾ ഒരു കയ്യിൽ വായു എന്നൊരു ഇതിൽ വന്ന് ആകാശമുദ്ര പിടിച്ചാൽ, അപ്പോൾ ആർത്തറിറ്റീസ് കൊണ്ടല്ലേ നിങ്ങൾക്ക് നീ പെയിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നാൽ അത് ശരിയാവും. അത് കുറച്ച് കാലം അത് പിടിച്ചാൽ അത് ശരിയാവും. എന്നിട്ട് ചില ആളുകൾ മൂട്ട് തേഞ്ഞ് പോയിരിക്കും. മൂട്ട് തേഞ്ഞ് പോയാലുള്ള പ്രോബ്ലം വരുന്നവർക്ക് പൃഥ്വി മുദ്ര 2 കയ്യിലും പിടിച്ച് കണക്ട് ചെയ്യണം. പൃഥ്വി മുദ്ര. അപ്പോൾ തേയ്മാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വർമ്മ നിങ്ങൾ ക്ലാസ് തുടങ്ങിയില്ലല്ലോ. വർമ്മ ക്ലാസ്സിൽ വരും. എർത്ത് ഇൻറ്റു എർത്ത് ഫോം ബോൺ, എർത്ത് ഇൻറ്റു വാട്ടർ മസിൽസ്. ഇത് ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് വർമ്മ ക്ലാസ്സിൽ വരും. അപ്പോൾ വർമ്മ ക്ലാസ്സിൽ വരുമ്പോൾ അത് ഈ എർത്തിൻ്റെ എർത്ത് ഇത് ബോൺ സ്ട്രെങ്ത് വരും, തേയ്മാനം കുറയും. ഇത് ഓസ്റ്റിയോപോറസ് ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അതായത് ബോൺ ഡെൻസിറ്റി കുറയുന്നത്. ഈ ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ 2 കയ്യിലും പൃഥ്വി മുദ്ര പിടിച്ച് അത് ചേർത്ത് പിടിച്ചാൽ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ആവും. അതുപോലെ ചില വർമ്മപ്പിടിപ്പുകൾ നമ്മൾ ഇതൊക്കെ മാറണ യാനമുദ്ര. എന്തോന്ന്? യാനമുദ്ര. എലിഫൻ്റ് മുദ്ര. അത് ഇങ്ങനെ പിടിക്കണം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ വിരൽ ഇങ്ങനെ വെക്കണം. ഒറ്റ വിരൽ വെക്കണം. ഇത് വെച്ചാൽ ദേഹത്തിലുള്ള ചില വേദനകൾ, ഒരുമാതിരിപ്പെട്ട പലയിടങ്ങളിലുള്ള പലതരത്തിലുള്ള വർമ്മ ബാധിപ്പുകൾ മാറും. അടുത്തത് ഈ മുദ്ര ഇതിൻ്റെ പേര് കുതിരമുദ്ര പ്ലസ് ഇത് ഇങ്ങനെ വെച്ചിരുന്ന കുതിരമുദ്ര. ഇത് വർമ്മ ഇളക്കാനും ദേഹത്തിലുള്ള ബോഡി പെയിനൊക്കെ ഇളക്കാനുള്ള ഒരു മുദ്രയാണ് ഇത്. കുറച്ച് നേരം പിടിക്കണം. കുറച്ച് നേരം പിടിക്കുമ്പോൾ ദേഹത്തിലുള്ള എനർജി ഫ്ലോ പല സ്ഥലങ്ങളിലും പോകുന്നതും അത് വന്ന് നിങ്ങളുടെ വർമ്മങ്ങളെ ഇളക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തപടിയായിട്ട് ഇന്ന് സർവസമ്മോഹന മുദ്ര. എന്തോന്ന്? ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ പൂജയിൽ ചില വശ്യം ചില ഇതുകൾ വേണമെന്നുള്ളപ്പോൾ അഷ്ടമാസിദ്ധികൾ ഇതൊക്കെ വേണമെന്നുള്ളത് സർവ സംശോഭിനി മുദ്ര, സർവ ആകർഷണി മുദ്ര, സർവ വസങ്കര മുദ്ര, സർവ ഉന്മാദിനി മുദ്ര, സർവരംഗിണി മുദ്ര നോക്കി ഇതൊക്കെ പൂജയിൽ നിങ്ങൾ ഹോമമൊക്കെ ചെയ്യുമ്പം ആ പാർട്ടിക്ക് ഏത് വേണമോ അതിനുള്ള സങ്കല്പം ചെയ്യുമ്പോൾ ഈ മുദ്രയെ പിടിച്ചിട്ട് ചെയ്യണം. ഈ മുദ്ര ചെയ്യിച്ചാലേ അത് സങ്കല്പം വർക്കൗട്ടാവും. ഇതേമാതിരി ഇന്നത്തെ സർവസമ്മോഹന മുദ്ര. മോഹനം എന്ന് വെച്ചാൽ
ഈ മറ്റേ അഷ്ടകർമ്മം എന്ന് പറയാമല്ലോ, അഷ്ടകർമ്മത്തിൽ ഒന്നാണ് മോഹനം. മോഹനം, സ്തംഭനം എന്നൊക്കെ വരുന്നുണ്ട്. സ്തംഭനം നെഗറ്റീവ്. അഷ്ടകർമ്മത്തിൽ സ്തംഭനം നെഗറ്റീവ്, ബാക്കിയെല്ലാം ചില ആവശ്യത്തിന് യൂസ് ചെയ്യാം. സർവ സമ്മോഹന മുദ്ര. വലത് കയ്യിലുള്ള ഇൻഡെക്സ് ഫിംഗർ നീട്ടി പിടിച്ചിട്ട് മറ്റേ വിരലുകളെല്ലാം മടക്കണം. എന്നിട്ട് ഇത് വലത് കയ്യിൽ ഇടത് കയ്യിലുള്ള വിരലുകൾ കൊണ്ട് മറ്റേ കയ്യെ ഇങ്ങനെ ചുറ്റി പിടിക്കണം. ഇപ്പോൾ ഇങ്ങനെ വന്ന് നിങ്ങൾ ആദ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് മറ്റേ വിരലിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഈ വിരലെ ഇങ്ങനെ നീട്ടി പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ അത് സർവസമ്മോഹനം, സമ്മോഹന മുദ്ര. ഇത് പൂജയ്ക്ക് തരും. അത് നിങ്ങൾ വന്ന് ബട്ടറല്ലേ, ബട്ടറാകുമ്പോൾ നിങ്ങൾക്ക് വന്ന് മറ്റേ നമ്പൂതിരിയുടെ പൂജാ ടെക്നിക്ക് വേറെ ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക്. അതന്നെ. നിങ്ങൾക്ക് വന്ന് അവർക്ക് ഇന്നും കൂടുതൽ മുദ്ര വേണം. അവർക്ക് ഇന്നും കൂടുതൽ മുദ്ര വേണം. നിങ്ങൾക്ക് വന്ന് ബട്ടറുടെ മെത്തേഡിൽ അലങ്കാരമൊക്കെ എങ്ങനെ? അലങ്കാരം ഫ്ലവർ കൊണ്ട് അലങ്കാരമൊക്കെ ഉണ്ടോ? അലങ്കാരമുണ്ട്. മറ്റവർക്ക് അലങ്കാരം കുറവാണ്. ബട്ടർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബട്ടർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ട്രഡീഷനാണ്. തമിഴ്നാട് ബട്ടർ കമ്മ്യൂണിറ്റി. ബട്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ബാട്ട് എന്ന് പറയുന്നത്, അത് തമിഴിൽ ബട്ടർ എന്ന് പറയും. അഭിരാമ പട്ടർ. മറ്റേ ക്ഷേത്രത്തിൽ വന്ന് പാട്ടുപാടി അഭിരാമിയെ പറ്റി പാട്ട് എഴുതിയ അഭിരാമ പട്ടർ മീൻസ് അയ്യർ മാതിരി ബട്ടർ. അയ്യർ മാതിരി പട്ടർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ചിദംബരത്തിലുള്ളത് ദീക്ഷിതർ. ചിദംബരത്തിലുള്ള ബ്രാഹ്മിൻ ദീക്ഷിതർ. മനസ്സിലായ? ഇത് എന്നാൽ അപ്പോൾ നിങ്ങൾ ഒറിജിനൽ തമിഴ് ട്രഡീഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുദ്രയുമുണ്ട്, അലങ്കാരം, അഭിഷേകവും കാണുമല്ലോ. അത് അപ്പോൾ തമിഴ്നാട് ട്രഡീഷനാണ്. അലങ്കാരം, അഭിഷേകം ഉള്ളവർക്ക് മുദ്ര ഭയൻപെടുത്തുന്നത് കുറവായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഒന്ന് സർവകേസരി മുദ്ര. സർവകേസരി മുദ്ര. ചെറുവിരൽ, മോതിരവിരൽ മേൽ മറ്റേ ആൾകാട്ടി വിരൽ വയ്ക്കണം. ചെറുവിരൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അതിങ്ങനെ പിടിക്കാൻ കുറച്ച് പാടാണ്. ഇങ്ങനെ ഇതിൻ്റെ പേര് സർവകേസരി മുദ്ര. കേസരി എന്ന് പറഞ്ഞാൽ ലയൺ മീൻസ് സക്സസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു എടുത്ത കാര്യങ്ങളിൽ വെറ്റി പെറാൻ ആണ് ഈ മുദ്ര പഠിച്ച് അതിനുള്ള മന്ത്രം പറയണം. നിങ്ങൾക്ക് വേറെ ഒരു പൂജകൾ, ഹോമങ്ങൾ ചെയ്യുമ്പം ചില കാര്യങ്ങളിൽ വെറ്റി വേണം. ചണ്ഡി ഹോമത്തിൽ ഈ മമ യജമാനസ്യ, നമ്മൾ പൂജയ്ക്ക് ഏർപ്പാട് ചെയ്ത യജമാനൻ അവൻ ഇത് കാര്യത്തിൽ സക്സസ് വേണം, ജയിക്കണം. അങ്ങനെയെന്ന് വരുമ്പോൾ ഈ മുദ്ര പിടിച്ചിട്ട് വേണം നിങ്ങൾ മന്ത്രം ഹോമത്തിൽ പറയണം. അതായത് നമ്മളുടെ ഡിമാൻഡ് എന്തോ അത് കണക്കാക്കി മുദ്രയെ മാറ്റിക്കൊള്ളണം.